Hi friends, welcome back to Kottayam Kitchen YouTube channel with Riya. ഇന്ന് ഞാനൊരു simple and tasty beef fry റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബിഗിനേഴ്സിനും ബാച്ചിലേഴ്സിനും ഒക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണിത്. അതിനുവേണ്ടി ബീഫ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു കുക്കറിലേക്ക് ആഡ് ചെയ്തിട്ട് ഒരു മീഡിയം സൈസ് സവാള, ഒരു തക്കാളി, 2 പച്ചമുളക്, ഒരു കറിവേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളി ഒരു 5 അല്ലി, ഇഞ്ചി ഒരു മീഡിയം സൈസ്, ഇതെല്ലാം കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ബീഫിൻ്റെ ഒപ്പം കുക്കറിലേക്ക് ആഡ് ചെയ്യുക. അതിലേക്ക് ചേർക്കേണ്ട മസാലപ്പൊടികൾ: മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മീറ്റ് മസാല 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ട് മസാലപ്പൊടികൾ നമ്മൾ ബീഫിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ എളുപ്പപ്പണികളാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കുക്കിംഗ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ടിപ്സാണ്. എല്ലാ മസാലയും കൂടി ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ട് ഒരുമിച്ച് ആഡ് ചെയ്യുന്നത്. ഫ്രഷായിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർക്കുന്നത്. പെരുംജീരകം ഒരു ടീസ്പൂൺ. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ ബീഫ് ഒന്ന് കുറച്ച് വിനാഗിരി ഒഴിച്ച് കഴുകുവാണെങ്കിൽ ബീഫിലെ ബ്ലഡ് കുറേയും കൂടെ എല്ലാം പോയി കിട്ടും. 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കുക്കറിൽ ഒരു 3 വിസിൽ അടിച്ച് വേവിച്ചെടുക്കുക. ഒരു ചീനച്ചട്ടിയിൽ അല്ലെങ്കിൽ ഒരു ഹെവി ബോട്ടം പാനിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കടുക് പൊട്ടിച്ച് തേങ്ങാക്കൊത്ത് ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതിലേക്ക് ഒരു 2 തണ്ട് ഉണക്കമുളകും ഒരു 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്യുക. ഗരം മസാല 1 ടീസ്പൂൺ, കുറച്ചും കൂടെ കുരുമുളക് പൊടി ആഡ് ചെയ്യണം. എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ആ ഗ്രേവിയോട് കൂടി ആഡ് ചെയ്യുകയാണ്. ആ ഗ്രേവിയിലിരുന്ന് അതങ്ങ് പറ്റുമ്പോഴത്തേക്കും നല്ല ബീഫ് റോസ്റ്റിന് അല്ലെങ്കിൽ ബീഫ് ഫ്രൈക്ക് നല്ല അരപ്പുണ്ടാവും. അരപ്പ് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് എടുക്കും ഇതൊന്ന് ചാറൊക്കെ കുറുകി ഒന്ന് ഫ്രൈ ആയി വരാൻ. അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.